الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. الله سبحانه وتعالى നമ്മളെ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്താക്കിയ ജന്മാൽമാരുള്ള ഞങ്ങളെയും ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തിതമാറാവട്ടെ. ഞാൻ മദീനത്തിൽ ഒരാൾ മരണപ്പെട്ടിട്ട് സുജൂദിൽ മരണപ്പെട്ടിട്ടാണ് ചെന്നാൽ അല്ലാഹു തആല അയാളെ ഖബർ സുലഭമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ആഖിറത്ത് നന്നാക്കി തരുമാറാവട്ടെ. അയാളെയും ഞങ്ങളെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. അതുപോലെ എല്ലാ നാളിലും ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ചായത്തെ വ്യവസ്ഥകൾ എനിക്കെത്ത ഞങ്ങളെ പ്രിയപ്പെട്ട 4-5 ഭാഗക്കാർ, അതുപോലെ എനിക്ക് ബൻസും ഡെയിലി സഹായിച്ച എനിക്കെത്ത കുറുക്കൂടെ ഒരാൾമാരുള്ള അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗീയ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. ഒരാൾ മെഡിക്കൽ ആവുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സറ ബർക്കത്തുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് പൂർണ്ണമായ വിജയം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു പ്രയാസവും ഇല്ലാണ്ട് നല്ല റാഹത്തോടെ പാസ്സാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ಬಗ್ಗೆ ഒരാൾ എത്ര ചൊന്നെന്നും തീരലാണ്ടാണ് ഞങ്ങൾ പഠിച്ചത്, വിശദീകരിച്ചത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് വിഷയത്തിലും മാതൃകയാക്കുക പറ്റിയെത്ത നേതാവാണ്. എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മെസ്സേജും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തെ ഹജ്ജ് അഥവാ ഒരു ഹജ്ജാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആക്കിയത്. ഹിജ്റത്തിൽ പിന്നെ ഒരു ഹജ്ജാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആക്കിയത്. അത് അവസാനത്തെ ഹജ്ജത്തുൽ വദാ. ആ ഹജ്ജത്തുൽ വദായുടെ പ്രസംഗമാണ് ലോകത്ത് മാനവീയത്തിന്റെ കാരുണ്യത്തിന്റെ പ്രസംഗം. അന്ത്യനാൾ വരെ വന്നെങ്കിത്ത ആൾമാർക്ക് സാർവകാലിക സന്ദേശം കൊടുത്തെങ്കിത്ത പ്രസംഗം ഏത് കേട്ടെങ്കിൽ അറഫാ ഭാഷണം. ആ ഹജ്ജത്തുൽ വദായുടെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ വഅദ് ചെയ്യുന്ന കൂട്ടത്തിൽ ചൊല്ലുന്നു, അലാ വസ്തൗസൂ ബിൻ നിസാഇ ഖൈറാ, പെണ്ണുങ്ങളെ കൊണ്ട് നിങ്ങൾ ഖൈറാക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങൾ ചൊല്ലുന്നത് ദുർബലന്മാരാണ്, അങ്ക് നിങ്ങൾ ഖൈർ വസിയത്താക്കണം സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി. കാരണം അങ്ങനെ നിങ്ങൾക്ക് സഹായിക്കടങ്കെത്ത ആൾമാരാണ്, സഹായകരായ ആൾമാരാണ്. ആ പെണ്ണുങ്ങൾക്കും നിങ്ങളെ മുട്ടത്തെ ഹക്ക് കിട്ടുകൊണ്ടു നിങ്ങൾക്കും അങ്ങളെ മുട്ടത്തെ ഹക്ക് കിട്ടുകൊണ്ടു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി. അപ്പൊ അങ്ക് വേനായ സൗകര്യങ്ങൾ ആക്കി കൊടുക്കൂടെ, ഞങ്ങളെ പ്രയാസപ്പെടുത്താണ്ടിക്കൂടെ. ഇതെല്ലാം ലോകത്ത് ഏതെല്ലാം ആൾമാരുള്ള ഏതെല്ലാം ജീവിയുണ്ടാവും ഒന്നും പൊട്ടില്ല. ഏറ്റവും എല്ലാത്തെ ಬಗ್ಗೆ ശബ്ദിച്ചിട്ട് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നല്ല. പക്ഷി നടന്നു പോകുമ്പോ ഒരു ഉമ്മ പക്ഷി ഇങ്ങനെ അപ്പറിപ്പുറം ഓടിയിട്ടുണ്ടു, ബേജാറായിട്ടുണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും ഇടപെടും, എന്താ ഈ പക്ഷി? അപ്പൊ നോക്കുമ്പോ സ്വഹാബത്തിൽപ്പെട്ട ഏതോ ഒരാള് അതിനെ കുഞ്ഞിനെങ്ങനെ എടുത്തു വെച്ചിരുന്നു. അപ്പോഴാണ് ചോദിച്ചത്, വേണ്ട അങ്ങനെ ആക്കണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി. എന്റെ ചോദിച്ചെങ്കിൽ ആ ഉമ്മടെ നിങ്ങൾ ഒമ്പതാക്കണ്ട, ബേജാറാക്കണ്ട, ബുദ്ധിമുട്ടാക്കണ്ട പരിപാടി. എല്ലാവർക്കും അങ്ങനെയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരുണയും ചൊന്നെങ്കിൽ അങ്ങനെയാണ്. ചില ഔത്തലെല്ലാം പോയി മീനെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുക, ചെറിയ കൂടുതലുള്ള മീൻ ഉണ്ടാക്കിയിരിക്കുക. നിങ്ങൾക്ക് ഇത്ര വലിയ ഇതിലാണ്. അപ്പൊ അത് ജായിസാൻ കേട്ടും ജായിസ് സുന്നത്തെന്തോ അല്ല, മീൻ്റെ പുറത്ത് സുന്നത്തെന്തോ ഇല്ല. അതുപോലെ വേറെ പക്ഷികളെല്ലാം ബന്ധാക്കി വെച്ചിരിക്കുക ഗുഡിലെ. അപ്പൊ അത് നോക്കുമ്പോ ഈ അധ്യായങ്ങളെല്ലാം വായിക്കുമ്പോ അത് നല്ല കാണില്ലേ, അത് കുറ്റം കയറ്റിക്കും വർക്കത്ത്. ഇനിയിപ്പോ രണ്ടോട്ടി അത് ജായിസല്ലേന്ന് മസല കേട്ട പറഞ്ഞു. ചിലവർക്ക് ഞാൻ ചൊന്നപ്പോ ഒഴിവാക്കില്ല, ചിലവർക്ക് ചൊന്നപ്പോ ഒഴിവാക്കില്ല, ഞങ്ങൾക്കത് വേണം. അപ്പൊ അത് ഹറാമുണ്ടല്ല ഞാൻ ചൊന്നത്. പക്ഷേ ഈ റഹ്മത്തിൽ അധ്യായങ്ങൾ വായിച്ചുകൊണ്ട് പോകുമ്പോ നമുക്കൊന്നും അവിടെ അതിനെ വിട്ടുകൂടാ. കാരണം മീൻ അത് അതിലെ ഹാൽ ഗണ്യാൻ വേണ്ടി വേണ്ടിക്കെട്ട് അതേ സമയത്ത് അത് നമുക്ക് വേണ്ട. അപ്പൊ നമുക്ക് ചിലപ്പോൾ വർക്കത്ത് കുറയാവും ചാൻസിക്കൂ. അപ്പൊ അങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് ചൊന്നിട്ട് ചിന്തിക്കാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മ പക്ഷിയൊട്ടിയെ ഈ കിടാവോട് വിട്ടുവിടുക ചോദിച്ചു. അപ്പൊ അവിടെയും ശ്രദ്ധിച്ച് എന്നെ പോകുമ്പോൾ ശ്രദ്ധിച്ചോണ്ടിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഉദ്ദേശം ഇത്ര എന്തിനെ ചൊന്നത്, റഹ്മത്തുൽ ആലമീൻ എന്ന് ചൊന്നല്ലേ.
ലോകത്തുള്ള എല്ലാ പ്രാണി പക്ഷി ജീവജാലത്തും അല്ലാത്തതും കരുണയും ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും എല്ലാവർക്കും ആരും ഉസിര് കെട്ടി ജീവിക്കുക അവിടെ ഒരാളും പിന്നൊരാളെ പേടിച്ചിട്ട് ജീവിക്കുക അവിടെ കാണുമ്പോൾ മുട്ടുകൾ ചോദിക്കുക ഇതെല്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ന്യായത്തിൽ ചെയ്യിക്കും എല്ലാവരും. അതുകൊണ്ടാണ് ബദർ യുദ്ധം നടന്നത്. ബദർ യുദ്ധം നടന്നത് എന്ത് ചെയ്യുന്നത്? അബൂജഹലിന്റെ കൊല്ലമുണ്ടല്ല, അബൂജഹലിന്റെ ആൾ മാത്രമാണ് അന്യായത്തെയാണ് അവിടെ കൊന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്യായത്തെ, അക്രമത്തെ, ഉപദ്ര ഇങ്ങനെ തുടങ്ങി എന്തെല്ലാമാണ് നിഷിദ്ധമായ കാര്യങ്ങളാക്കരെ പാവപ്പെട്ട ആൾമാർക്ക് നടക്കൂ സാധ്യയില്ല, വലിയ വലിയ ഉമ്മമാരെ ഉഷാറാവും. ഇങ്ങനത്തെ ഉള്ള സാഹചര്യം, അങ്ങനത്തെ അവസ്ഥയെയാണ് ആധുനിക ലോകം തിരിഞ്ഞു പോയോണ്ടുള്ളത്. ആ അജ്ഞാന കക്കത്തലോ ആരണയിലാണ്ടെല്ലാം ഞങ്ങൾ പ്രസംഗിക്കലല്ലേ, അതേ ആരണയെ ഇവർക്ക് ലോകം തിരിഞ്ഞു പോയോണ്ടുള്ളൂ. ഉള്ളക്ക് മാത്രമാണ് മഹത്വമുള്ളത്, സ്ഥാനമാനം ഉള്ളക്ക് മാത്രമാണ് പേരുള്ളത്. അവൻ എന്തിനാക്കിയെങ്കിലും വിഷയമേ അല്ല. പാവപ്പെട്ടവനാ കട്ടുള്ള ആ സമയത്ത് നിയമമാണ്. ഏതോ ഓർത്ത പോയി എവിടെയോ വന്ന് കക്കട്ടുള്ള പോലീസിനെ ഓടി വന്നിട്ടായി കക്കൃത് സുന്നത്തിന്റെ അല്ല ചോദിച്ചത്, അത് ഹറാമേ. പക്ഷെ അവൻ കട്ടിട്ടാകുമ്പോ പോലീസ് വന്നിട്ട് പോലെ ജയിലിട്ടിരുത്. അതേ സമയത്ത് ദൈനംദിന കോടി കക്കടെങ്കിൽ എത്ര വലിയ നേതാക്കന്മാരുള്ള സുബ്ഹാനല്ലാഹ് ഒരു റോഡ് പൈസ വാസയിത്തുണ്ടെങ്കിൽ എത്ര കോടി വാസയിത്തുണ്ടെ അങ്ങനെയുള്ളത് ಅದಕ್ಕೆ പോയി കക്കുക പൈസ കക്കുക അവനല്ലേ യഥാർത്ഥത്തിലുള്ള കക്കടങ്ങിയെത്താൾ. പക്ഷെ അവന്റെ വലിയ ആരും മുണ്ടില്ല, മുണ്ടതാറ് ധൈര്യമില്ല. അപ്പൊ ആറ് വെളിയങ്ങ് എന്തൊരാക്കിയാറുണ്ടായെങ്കിൽ അങ്ങനെ ಬಗ್ಗೆ മുണ്ടതാളില്ല, പേടിയാണ്. പാവപ്പെട്ട കൊണ്ട് നെഞ്ഞി പത്രാറ് ഇതെല്ലാം അണ്ടത്തെ പോലെ ഇന്നും മടങ്ങി വന്നുകൊണ്ടുപോകും. അങ്ങനെ അക്രമങ്ങൾ അന്യായങ്ങൾ യാറാവുമ്പോഴാണ് സയ്യിദുൽ മഹദി റളിയല്ലാഹു അൻഹു അലൈഹിസ്സലാം ആ മഹാൻ കടന്നു വന്നത്. അപ്പൊ ഇക്കട്ട് ഞാൻ ചൊന്നത് ബദർ യുദ്ധം എന്ത് നടന്നില്ല കേട്ടെ, അന്യായത്തെ ദഫനാക്കുവാനായിട്ടാണ്. അങ്ങനെ ബദർ യുദ്ധം നടക്കലോടുകൂടെ മക്കത്തെ ആൾമാരെല്ലാം കൽത്തൂത്താക്കി നടക്കുകയ്ക്ക് പാവപ്പെട്ട ആൾമാരെല്ലാം ദമ്മുകൊണ്ടാറ് ഞങ്ങളെയും കേക്കിടങ്ങേറ്റ ഒരാളുണ്ടല്ലേ ഇവിടെ, അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവപ്പെട്ട ആൾമാർക്ക് വേണമായിട്ട് ശ്രദ്ധിച്ചിട്ട് നന്റെ പൊരുത്തം വേണമുണ്ടായെങ്കിൽ നിങ്ങൾ നന്റെ പാവത്തെ ആൾമാരൊട്ടിയെ തേടുമോന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപാട്ടിട്ട്. അതുപോലെ നന്റെ മിസ്കീനായി ജീവിപ്പിച്ച് മിസ്കീനായി വഴിപാട്ടിട്ട് മിസ്കീന്മാരൊട്ടിയെ കൂട്ടണോന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്തും പണക്കാരെ വിട്ടില്ല, പൈസ ഉള്ള ആൾമാരെയും ശ്രദ്ധിച്ചിട്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പൈസ ഉള്ള ആൾമാരൊട്ടിയെ ചെന്ന് പാവപ്പെട്ട ആൾമാരെ കാണുമ്പോ പാവപ്പെട്ട ആൾമാരുടെ ഹെൽപ്പ് ആക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കഷ്ടപ്പാടുകൾ പ്രയാസങ്ങളെല്ലാം തീർക്കുമ്പോ ഇപ്പുറത്ത് പണക്കാരെ വിളിക്കുന്നത് നിങ്ങൾ വീട്ടിൽ പൈസ ഉണ്ടാ, പൈസ കൊണ്ട് പണക്കാർക്ക് സ്വർഗം എടുത്തു കൊടുത്തേക്കേറ്റ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ പൈസാലും ചൊല്ലറില്ല, പാവത്താലും ചൊല്ലറില്ല, എല്ലാ സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയെയും ശ്രദ്ധിച്ചിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊരു 23 വർഷം കൊണ്ടാണ്, അതിൽ 13 വർഷം മക്കത്തിലാണ്. അതിനാട്ടി വളരെ വിശാലമായ അത്ഭുതകരമായ ഒരു രംഗമാണ്, ടൈമാണ് അൽ അഹ്ദുൽ മദനിയുൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ 2 ഘട്ടങ്ങളുണ്ട്, 2 ടൈം. ഒന്ന് അൽ അഹ്ദുൽ മക്കിയുൽ, മക്കിയായ ടൈം. അവിടെ വലിയ പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതേസമയത്ത് ഇപ്പുറത്ത് വന്നിട്ടാണ് അൽ അഹ്ദുൽ മദനി 10 വർഷം. അവിടെ ഒരു ഏറ്റവും ഭദ്രമായ സുഭദ്രമായ ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുസ്തൂറുൽ മദീന ചൊല്ല പേരിൽ മദീന ചാപ്റ്റർ ഞങ്ങളുടെ മദ്രസത്തെ ഉസ്താദുമാർ മക്കൾക്ക് കൊടുത്ത പേര് എംസിന്റാണ്, മദീന ചാപ്റ്റർ. അഥവാ ഈ ലോകത്ത് ഏറ്റവും നല്ല പ്രജാപ്രഭുത്വവും ഏറ്റവും നല്ല സംവിധാനവും 1400 വർഷത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയിട്ട് അതിലെല്ലാവരും സമപാളും പണ്ടേ ഉണ്ടാക്കി. ഞാൻ ചൊന്നത് ഓരോ ആശയത്തിൽ ഊന്നി നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ നന്റെ നിയമങ്ങൾ അതൊന്നും ഒരാൾക്കും ബുദ്ധിമുട്ടാവുക, ലോകത്തൊരാളും പ്രയാസപ്പെടുക, സന്തോഷത്തിൽ ജീവിക്കണമെന്നുള്ള തത്വമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പാവത്താൽമാരെയും ശ്രദ്ധിക്കട്, പണക്കാരെയും ശ്രദ്ധിക്കട്. പാവത്തങ്ങളെ കഷ്ടപ്പാട് നീക്കട്, പണക്കാരായ ആൾമാർക്ക് പൈസ കൊണ്ട് സ്വർഗം വാങ്ങി കൊടുക്കൂ. അപ്പൊ ഒരാളൊട്ടിയെ സ്വതക്ക എടുത്തിട്ടുണ്ടായി നമുക്ക് ബേജാറാവ് തീരാ. എന്തേ ആ സ്വതക്ക നക്ക് ബെൽറ്റാണ് നന്റെ സ്വർഗത്ത് കാണാൻ എത്തുവാട്ടേണ്ടാവും വിചാരിക്കണം. അതേ സമയത്ത് ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ പുഞ്ചിരിക്കാം, ഇംഗ്ലീഷ് കൊണ്ടുപോകുക അഥവാ അങ്ങനെ പറയുക, എന്തെല്ലാം ചൊല്ലുക. അവൻ ചിലപ്പോൾ 100 രൂപ കൊടുക്കുകയില്ല, പറഞ്ഞിട്ട് കൊണ്ട് മനസ്സ് നൊമ്പലാക്കി പോയാണ്ടായി ഇത്ര വലിയ ആളെ പഠിച്ചു പിടിക്കല എന്നാൻ ಗೊತ್ತಾവില്ല. ഇതിങ്ങനെ ഭയങ്കര തകർച്ച വರ್ತല്ല, അത് വರ್ತല്ല, ഇത് വರ್ತല്ല ചൊന്നെങ്കിൽ അത് നന്റെ ലൈഫിൽ ഞാൻ എന്തോ ഒരു തൊന്തരാക്കില്ലേ 30 ആക്കിയിട്ട് അറിവോ. അവയ്ക്കട്ട് സ്വതക്കാൻ ചൊല്ലത് അത് നന്റെ ആഫ്രത്തെ വെളിച്ചാക്കുന്നതാണ്. നിങ്ങളെ കൂട്ടത്തിൽ രോഗികൾ ഉള്ളാറുണ്ടായെങ്കിൽ അങ്ങനെ സ്വതക്ക കൊണ്ട് ചികിത്സാക്കുറവ് പരിപാടി
രോഗമുണ്ടായെങ്കിൽ സദക്ക കൊണ്ട് ചികിത്സാക്കൾ എങ്ങനെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾമാർ ഭക്ഷണം എടുത്തു കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്ത് പാവപ്പെട്ട എത്തിമക്കുള്ളാറുണ്ടായെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് കൊടുക്കാം. നീയത്ത് എന്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇന്നാലിന്ന രോഗിയുണ്ടു, അല്ലെങ്കിൽ നക്കിയ രോഗമുണ്ടു, നല്ല രോഗം സുഖമായിട്ട് ഹോസ്പിറ്റലിൽ എത്ര കണക്കിൽ പൈസ ഇട്ടിരുന്നാൽ അതൊരു ഉദ്യമമേ ആയിട്ടല്ല. വെറുതെയും പോയിട്ട് ഉഞ്ഞാണ്ട് രാജ്യത്ത് റോപ്പേ 2-3 ഹോസ്പിറ്റൽ ബാംഗ്ലൂരിൽ വെച്ചിട്ട് പോണാലാക്കായിട്ട് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോ ഇവിടെ ചെറിയ ഗ്യാപ്പുകൾ 55,000 ആക്കി ഉണ്ടാകും. അതൊരു വിഷയമേ അല്ല. പൈസ ആക്കിട്ടുണ്ട് അവിടെയാണ് കരുണ ചൊല്ലത് സമ്പൂർണമായി വെളുക്കപ്പെട്ടിട്ട്. അത് വൈദ്യലോകത്തും ഇല്ല, അവിടെ ഇല്ല. ഉദ്യമാണ്. ആരെ എങ്ങനെ പുലിയോഗം ഉണ്ടാകുന്നു, എങ്ങനെ ആരെ പേര് പൈസ എടുക്കാവുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇസ്ലാമികൊന്നും അല്ലോ. ഇസ്ലാം ചൊല്ല ഒരാളും 30 ഞാൻ ചൊന്നല്ലേ. നിങ്ങൾ റിക്ഷൽ ബന്ധാറുണ്ടായെങ്കിൽ റിക്ഷ കൊണ്ടുണ്ടിയോ കൊണ്ടിയത് 30 രൂപയാണ് എങ്കിൽ അവർക്ക് 40 രൂപ കൊടുക്കുക. അവിടെ ആണ്ട് നാം നോക്കുന്നു. അല്ലാണ്ട് 25 അവിടെ ഉണ്ടല്ലോ നോക്കൂടെ. 30 രൂപ 40 ഞാൻ അങ്ങനെ ആക്കടെ 40 രൂപ കൊടുക്കുക. അവിടെ അവന്റെ മനസ്സിൽ എന്തൊരു സന്തോഷമാണപ്പ. ഇത് അയാളെ മനസ്സിൽ ഞാൻ സന്തോഷം കടത്തുന്നത് അത് സ്വതക്കയാണെന്ന് വഴി പാട്ടിത്തിന് അങ്ങനെ ആ ഒരു സന്തോഷമായി. പാവപ്പെട്ട ആള് ഞങ്ങൾ വലിയ വലിയ മാൾക്കെല്ലാം വാങ്ങുക കൊണ്ടാ പോകണ്ടല്ല ചൊല്ലേ. ഞങ്ങൾ പോകുമ്പോ റോഡ് സൈഡിലും 2 സൈഡിലും കച്ചവടാക്കണമെങ്കിൽ പാവപ്പെട്ട ആൾമാരുള്ള ബീജി ബജി വ്യാപാരികളും അങ്ങനെ മുട്ടത്തെ പോയിട്ട് എടുക്കാം. എന്തേ അവിടെ ദൂർഭാരിട്ടുണ്ട്, ദൂർഭാര്യം കൽക സ്വാതന്ത്ര്യമില്ല. പോയിട്ട് അവനൊരു ഹെൽപ്പ് ആയിട്ടല്ലേ അവൻ എത്ര അതിന് ഊതിയോട്ട് പോണ്ട, എത്ര കഷ്ടപ്പാടുകൾ സഹിക്കട. അവനൊട്ടിക്ക് ചർച്ച കോതിക്കണ്ട ചെമ്മേ. അവൻ പാവാണ്. അവനൊരു 10 പേപ്പർ ആരും കൊടുക്കാം. ഇതാണ് ഇസ്ലാം. ഇസ്ലാം തൗസിഅത്താണ്, വിശാലത്താക്കുന്ന പരിപാടിക്ക് ആൾമാരെ കൽബുകളിലെ സന്തോഷിച്ചു കൊടുക്കുന്ന പരിപാടിക്ക്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലെ ഇസ്ലാം ഇതാണ്ട് കേട്ട ആളോട്ട് 5 മിനിറ്റ് ഞാൻ ഇസ്ലാം എന്തിനും ചൊല്ലു കൊടുത്തത്. അതുപോലെ ഇതെല്ലാം ഇസ്ലാം പരിശുദ്ധമായ ഇസ്ലാം ചൊന്നെങ്കിൽ ഇങ്ങനെ മുടിപ്പണ ചൊന്നത് പാവപ്പെട്ട ആൾമാരെ ശ്രദ്ധിക്കണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണക്കാരെയും ശ്രദ്ധിച്ചിട്ട് മദീനത്തെ പള്ളിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോ അവിടെ എന്താക്കിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഭക്ഷണം ഇല്ലാത്ത ആൾമാരിക്കുക. അവിടെ അഹ്ലുസുഫ പഠിക്കണമെങ്കിൽ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ഓടില്ല, വേഗം പോകില്ല. പിന്നെ എന്താക്കിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ നിന്നിട്ട് ചൊന്നെങ്കിൽ എല്ലാരെയും ഒന്ന് നോക്കിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും തിന്നോ കിട്ടാത്ത ആൾമാരുള്ള ഒത്തായിട്ടേക്കും കിട്ടേ. അവിടെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ആൾ ചോറില്ല, ഭക്ഷണം ഇല്ലല്ലേ, അപ്പൊ അവരെ വിളിക്കുന്നത് ആർക്ക് ഒരുത്തര പോകാവോ കേൾക്കുന്നത്. ഇതെല്ലാം പണ്ടേ വന്നത്. ആർക്ക് ഒരുത്തര വിളിച്ചു പോകാവോ. റമദാനിലെല്ലാം ഞാൻ കേൾക്കണല്ല. റമദാനിന്റെ ആൾമാർ വന്നെങ്കിൽ ആരെങ്കിലും ഒരുത്തര വിളിച്ചു പോകാവൂട. അപ്പോ നണ്ടകത്ത് കുറച്ച് 2 ആൾ പറഞ്ഞു, നണ്ടകത്ത് ഒരാൾ പറഞ്ഞെങ്കിൽ ആ 2 ആൾ പോകുമ്പോ 2 ആളല്ല കയ്യും കണക്കുമില്ലാത്ത മലായിക്കട്ടാണ് പോലെ. 4 ആൾക്ക് ഫുഡ് കൊടുത്താണ്ടെങ്കിൽ ഡെയിലി കൊടുക്കട്ടെ, എപ്പോ വേണമെങ്കിൽ കൊടുക്കട്ടെ. ഫുഡ് കൊടുത്തെങ്കിൽ അതൊരിക്കലും വെറുതെ ആവുള്ളൂ. ഈ ആമത്തുള്ളത് വലിയ വിഷയമാണ്. ഭക്ഷണം കൊടുക്കുന്നത് അത് ഏറ്റവും വലിയ സ്വതക്ക. ഞാൻ ഒരുത്തത് ഭക്ഷണം കൊടുക്കുമ്പോ 10 ആൾ ഇത് നക്ക് കിട്ടൂ. ഒരിക്കലും സ്വതക്ക കൊടുത്തിട്ട് കുറഞ്ഞു പോകില്ല. പരിപാടി. അപ്പോ ഒരാളെ വിളിച്ച പോലെ ആകെ തീരും, നക്ക് തീരും, അങ്ങനെ കിടക്കുന്നത്. നക്ക് 2 ആളെ വിളിച്ച പോകു തീരും, നക്ക് 3 ആളെ വിളിച്ച പോകു തീരും. ഇങ്ങനെയെല്ലാം സ്വഹാബത്ത് ചൊല്ല അൻസാറുകളായ സ്വഹാബത്ത് അങ്ങനെ ആരും പട്ടിണി എടുക്കുക തീരാ. ഏതെങ്കിലും വിദേശിയായ ഒരാൾ വന്നെങ്കിൽ 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഞ്ചി നിൽക്കൂ. ഇയാൾ ഇണ്ടത്തെ ചാവൾ അതിഥി സൽക്കാരാക്കടെ ആൾ 6 മണിക്ക്. അപ്പൊ ഏതെങ്കിലും ഒരു സ്വഹാബി എഞ്ചി നിൽക്കും, നാമല്ല അയാളോട്ട് കടത്തി കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓരോരുത്തരോട്ടിയെ കടത്തി കൊടുക്കും. ആരും പ്രയാസപ്പെടണ്ട. അപ്പോഴാണ് അവസാനം ആരെങ്കിലും ബാക്കിയായെങ്കിൽ സഹാബത്തിലുള്ള അങ്ങനെ വിശ്വസങ്ങൾ വായിൽ മുട്ട പോയി എന്തെങ്കിലും നമുക്ക് കിട്ടും ഉൾഗന്ധിക്കാല എന്നാലും നമുക്ക് കിട്ടുന്ന പരിപാടിക്ക് സഹാബത്ത് ലാസ്റ്റ് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയുള്ള ആൾമാരെ കൂടെ വിളിച്ചു കൊണ്ടു. ഇങ്ങനെ ചരിത്രത്തിൽ കണ്ട് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു സഹാബി ചില നാലിലല്ല 80 ആൾമാരെ വിളിച്ചു പോയിട്ട് 80 ആൾമാരെ വിളിച്ചുകൊണ്ട് ചാവുകയും എന്തിനായിട്ടിക്കോപ്പത് 80 ആൾമാരെ ഔട്ട് വിളിച്ചു പോയിട്ട് തിമ്മാറ്റി വേണ്ടി തന്നെയെ മദീനത്തെ വഴിയിൽ ഒട്ടാൻ ആ മഹാണ്ടാകും. 80 ആൾമാരെ വിളിച്ചു പോയിട്ട് ചരിത്രം വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനത്തെ ഏതെങ്കിലും ഒരാൾ, അതും അനിരീക്ഷിതമായിട്ട് ഔത്തുകളിൽ ചൊന്നിപ്പിക്കാതെ പള്ളിക്ക് വന്നിട്ടാണല്ലേ കൊടുത്തവര്. അപ്പൊ ഇത്രയും ആൾമാരെ വിളിച്ചു പോയിട്ട് എനിക്ക് സൽക്കാറാക്കണമെന്നുള്ള മനസ്സ് വന്നോണ്ടായെങ്കിൽ ആ മദീനത്തെ പള്ളിയിൽ അയാൾക്ക് കിട്ടിയെങ്കിൽ ആ കൾച്ചർ എന്തായിട്ടിരിക്കൂ, ആ നേതാവിടെ അയാൾ എത്ര സ്നേഹിച്ചിട്ടിരിക്കൂ, എത്ര വലിയ സന്ദേശങ്ങൾ അയാളെ കൽബിൽ അങ്ങ് തെറ്റിപ്പിക്കൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ,
ഒരു നാൾ ജാവു എമ്പോ ആൾമാർ ഔട്ട് വിളിച്ചു പോയിട്ട് ഫുഡ് കൊടുത്തിട്ട് മദീനത്തെ പള്ളിയിൽ തിരിച്ചു കടത്തിക്കൊണ്ടിരിക്കുക. അതാ ഞാൻ ചൊന്നെ, പാവപ്പെട്ട ആൾമാരെ പട്ടിണി എടുക്കുമ്പോഴും പണക്കാര പൈസ അടുത്ത് യൂസ് ആക്കിയിട്ട് അങ്ക് സ്വർഗം കൊടുത്തു ചെയ്യുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പൈസ അല്ലേട്ടുള്ളൂ അവള നല്ല നീയത്ത് നല്ല കൊണ്ടുണ്ടാൻ ഈ പൈസയിലൂടെ നമുക്ക് സ്വർഗം എടുക്കുകയുള്ളൂ. അപ്പൊ സമൂഹത്തിൽ ഏതെല്ലാം രംഗത്തിൽ ആരെല്ലാം ഉള്ള അങ്ങനെ എല്ലാരെയും പരിഗണിച്ചിട്ട് പിൽക്കാലത്തോടെ എത്ര നേതാക്കന്മാർ വന്നാറ്. ചില ആൾമാർ പൈസക്ക് വേനായിട്ട് മാത്രം ശ്രദ്ധിച്ചാൽ അങ്ങനെ പ്രത്യേക ശാസ്ത്രം തകർന്നു വയ്ക്കും. ചില പാവത്തക്ക് വേനായിട്ട് മാത്രം ശ്രദ്ധിച്ചാൽ പണക്കാരെതിരായപ്പ. അതേസമയത്ത് റഹ്മത്തുൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ പഠിച്ചു നോക്കിയാട്ടെ അങ്ങനത്തെ എന്ത് ചൊല്ലുകയില്ല. ഏതെല്ലാം ആൾമാരുള്ള ആളെ എല്ലാരെയും പരിഗണിച്ചിട്ട് അവസാനത്തെ അറഫ പ്രഭാഷണത്തിൽ ചൊല്ല പെണ്ണിങ്ങ ദുർബലന്മാരാണ്, അതുകൊണ്ട് അങ്ക് നിങ്ങൾ ഹൈറാക്കണോട് വഴിപാട്ടിക്ക്. പെണ്ണിങ്ങളെ എല്ലാ സ്വഭാവവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോണ്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. അങ്ങ് വളഞ്ഞ ഒരു ബെണ്ടായ ഭഗ്യ ഭാര്യയിൽ നിന്നാണ് ഇങ്ങനെ പടക്കപ്പെട്ടേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ ഒരിക്കമേ സമാക്കുന്നുണ്ട് നീ പോയെങ്കിൽ അത് പൊട്ടിപ്പോവും. സമാക്കാണ്ട് അങ്ങനെ വിട്ടെങ്കിൽ അത് ഭഗ്യ യാറായി പോവും. അതുകൊണ്ട് ഹിക്മത്തോടുകൂടെ അതിനെ നിനക്ക് സമാക്കൂ സാധ്യമാവുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിത്ത്. അപ്പൊ പെണ്ണിങ്ങ നിനക്ക് സഹായിക്കണമെങ്കിൽ താഴ്മാറാണ്. ഒരു സ്വഭാവം അങ്ങനെ നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ പിന്നൊരു സ്വഭാവം നിനക്ക് ഇഷ്ടാവൂ. അതുകൊണ്ട് ഇഷ്ടാവാത്തപ്പോ നിങ്ങൾ ചാടികൂടുക തീരാണ്ട് പരിപാടിത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കാണാൻ ചൊന്നെ ലോകത്ത് എങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. സ്വന്തം ഔത്തിൽ നിന്ന് പോയി കേൾക്കും ഇയാൾ എങ്ങനെ ഉണ്ടോ, ഇയാൾ ഇതിന്റെ അന്യ സന്മാനം കിട്ടിത്തല്ലേ, സിംഗാപ്പൂരിൽ കിട്ടിത്തല്ലേ, അമേരിക്കത്തിൽ കിട്ടിത്തല്ലേ, അന്യ പോയോട്ടെ ഉണ്ടല്ലേ. നിങ്ങളവർക്ക് സന്മാനം ഉണ്ടാക്കിയേക്കുമ്പോ അയിമ പറയുവാക്കി സന്മാനം. അവൻ ലോകത്തുള്ള എല്ലാ ആൾമാരും അയാൾക്ക് പോകുന്നത് 1000 നാവാണ്. ഇവിടെ വന്ന് ചാപ്പ വെച്ചുകൊണ്ടു വെഞ്ഞായി അവതരങ്ങ ഉമ്മ എല്ലാവരും. എങ്കിൽ ഇയാൾ സ്റ്റേജിൽ മാത്രമാണ് ഹൈർ, എവിടെ ഹൈറില്ല. വാസ്തവിക ബതുക്കുൾ അയാൾ ഹൈറല്ല. എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നൊരു ഹദീസ് ഉണ്ട്. അത് വിശദീകരിക്കാൻ ആര് കൊണ്ടുണ്ട്? ആയിഷ റളിയല്ലാഹു അൻഹ ഏതോ ഒരാൾ ചൊല്ലുന്നതല്ല, സ്വന്തം പെഞ്ഞായി നോക്കുക, സ്വന്തം പെഞ്ഞായി ചൊല്ലെങ്കത്തെ ഹദീസ് ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളെ കൂട്ടത്തിൽ ഉത്തമർ ആര് കൊണ്ടുണ്ട സ്വന്തം കുടുംബത്തൊട്ടി ഹൈറായിട്ടുള്ള ആൾമാർ. യാ റബ്ബി അപ്പുറത്തവുത്ത ഒരു കിടാവ് വന്നിട്ട് ഞങ്ങളെ ഒരു ഗ്ലാസ് കൊട്ടുവാട്ടി തിന്നുവേരിക്കാം. അപ്പൊ അപ്പുറത്തവുത്തങ്ങളിലുള്ള അപ്പൊ നല്ല സ്വഭാവം അങ്ങ് പ്രത്യക്ഷമാവുള്ളൂ. ഞാൻ ചൊല്ല സാരയില്ല വിഷയമല്ല. സ്വന്തം കിടാവിനെ കൈ തപ്പിട്ട് ഒരു ഗ്ലാസ് പോകുന്നേരിക്കാം. നീ കണ്ണു കാണില്ലേ, കണ്ണ് പൊട്ടില്ല, അങ്ങനെ ഇങ്ങനെ ഞാൻ ചൊല്ലേ എങ്കിൽ ഞാൻ ഹൈറല്ലാണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഞാൻ റായത്തങ്ങൾട്ടി മാത്രമാണ് ഹൈർ, ഞാൻ ഔത്തരങ്ങൾട്ടി ഹൈറില്ലേ. അപ്പുറത്തെ ഉമ്മക്ക് രോഗമായെങ്കിൽ ഭയങ്കര ബേജാറാണ്. കാരണം പേപ്പറിൽ കണ്ടല്ലേ. സ്വന്തം ഉമ്മക്ക് രോഗമായിട്ട് എത്രമാട്ടായിട്ട് ഒരു ബേജാറും ഇല്ല, പ്രയാസവും ഇല്ല. അപ്പൊ ഞങ്ങൾ ഇസ്ലാം പഠിക്കുന്നതായത് കൂടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു, നിങ്ങളെ കൂട്ടത്തിൽ ഹൈറായ ആള് നിങ്ങളെ കുടുംബത്തൊട്ടി ഹൈറാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, നന്റെ കുടുംബത്തൊട്ടി ഹൈർ നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചൊന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ സ്വന്തം പെഞ്ഞായി റിപ്പോർട്ട് ആക്കണമെങ്കിൽ ഹദീസാണ്. എവിടെ പോയിട്ട് പ്രസംഗത്തിൽ ചെന്നതല്ലോ. ഇത് മദീനത്തിലെ ചെന്നുകൊണ്ടുള്ള ചൊല്ലുമ്പോൾ ഒളിമ്പോ പെഞ്ഞായിമാർ ചുറ്റുള്ള നക്ക് ദുബായ് പോയി പ്രസംഗത്തിൽ ഭയങ്കര ചെല്ല അങ്ങനെ എങ്ങനെ ചെന്നിട്ടു. അതേ സമയത്ത് കേൾക്കുന്ന അയാൾമാർ കേട്ടും പറയുക അരിയലേന്ദ്ര പണിയോട്ടുള്ളേ ഒക്കുമായ വിഷയമാ കൂടുതൽ ചൊല്ലു അയാൾ അവിടെ നാക്കിക്കൊണ്ടുണ്ടു. ഇത് എവിടെവിടമാ പോയിട്ട് പ്രസംഗിച്ചതല്ല, മദീനത്തെ പള്ളിയിൽ പ്രസംഗിക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ കേടുത്ത് പെഞ്ഞായിമാരൊട്ടിയ ഹൈറായവനാണ് ഏറ്റവും ഹൈർ. ആയിഷ ബീവി കൊടുത്തു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി കൂട്ടിച്ചെല്ല് വേണമെന്ന് ഔത്തും പോയിട്ട് കേൾക്കും. അതിനർത്ഥം അങ്ങനല്ലോ ആണ് ഹൈറുക്കും ലിയാഹി, ഞാൻ വെറുതെ ചെല്ലൊന്നുമല്ല. നന്റെ പെഞ്ഞായിമാരൊട്ടിയ ഹൈറുന്നാണ്. നാണവത്ത് പോയി ഇറച്ചെല്ലാം മുടിക്കടേ, നാണവത്ത് പോയി കാട്ടടിക്കടേ, നാണവത്ത് പോയി പാൽ കറക്കടേ, അതൊന്നും തൊണ്ടരയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന പരിപാടി. അപ്പൊ പെണ്ണുങ്ങാണ് തൊണ്ടത് അങ്ങ ഹിദ്മത്താക്കിടാറ്, പ്രയാസങ്ങൾ സഹിക്കിടാറ്. ആ സമയത്ത് അങ്ങനെ പ്രകൃതിപരമായിട്ട് ചില സ്വഭാവ ദൂഷ്യങ്ങളിക്കും അത് സഹിക്കണമെന്നാണ്. സഹിച്ചെങ്കിൽ മാത്രമേ സ്വർഗം കിട്ടേ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. മുന്നൽ തന്നെ കേട്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്തു ഒരാൾ പണ്ട് പെഞ്ഞായിയുടെ കേസുള്ളതാണ് പണ്ട്. അങ്ങനെ വന്നിട്ട് ഉൽഗ പണ്ടില്ല അന്യത്തേമേ കറങ്ങുന്നു, ആദ്യമേ കറങ്ങുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കില്ല, എന്റെ പോണ്ടേ വെറും അല്ല ഞാൻ എന്റെ പെഞ്ഞായിയുടെ സമസ്യ ചൊല്ലോ വന്ന് ജോറു. അപ്പൊ നോക്കുമ്പോ ഞാൻ അവിടെ എത്തുമ്പോ അവസരമുള്ള സൗണ്ട് കേട്ടോണ്ടു ജോറു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ പേര് കേസാക്കിങ്കാവാ പെണ്ണിങ്ങല്ലേ അങ്ങനെ ഞങ്ങൾക്ക് എത്ര ഹിദ്മത്താക്കിടാ.
എന്തെല്ലാം ആക്കടാറ് നിങ്ങൾക്ക് ഹിദ്മത്ത് ഇത് സുബൈരെ വിളിച്ച് മൈത്തോടെ സൊറാക്കിയിട്ട് പെണ്ണ് ലാസ്റ്റ് പറഞ്ഞു മോന്റെ നിൽക്കുന്ന സ്വറമുണ്ടാണ് ഇത്ര നോണ്ട് ഫുൾ റെസ്റ്റ് സുബൈരെ വിളിച്ച് മൈത്തോടെ സ്വറമേ ഇല്ല നിൽക്കുന്നൊരു സ്വറമുണ്ടോ അപ്പൊ ഞങ്ങൾ സ്വറാൻ ചൊന്നെങ്കിൽ വിചാരിച്ചിരെ അങ്കടി കൊണ്ടത് മാത്രം സ്വറാൻ ചൊന്നെങ്കിൽ ഡ്രൈവിംഗ് ആക്കുന്നത് മാത്രം സ്വറാൻ ചൊന്നെങ്കിൽ കൊട്ടു വിക്കാസ് സ്വറാക്കുന്നത് മാത്രമാണ് അതല്ലാത്ത ഞങ്ങാക്കിടത്തിന് എത്രയും അപ്പുറത്തെ സ്വറ അങ്ങാക്കിടാറ് പക്ഷെ പെണ്ണിങ്ങ വിചാരിക്കണ്ട നിങ്ങൾ ഒരു നാൾ ഔത്തതേക്കൊരു ഞങ്ങ ആക്കിടാറ് അത് നടക്കുന്ന വിഷയം എന്തല്ല എല്ലാവർക്കും അങ്ങനെ ഡ്യൂട്ടി ഉണ്ടു പെണ്ണുങ്ങളുടെ ഡ്യൂട്ടി അതാണ് അത് ആണുങ്ങൾക്കാക്കൂ സാധ്യമാവുന്നുണ്ടെന്നില്ല ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കാക്കൂ സാധ്യമാവുന്നുണ്ടെന്നില്ല എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആര് എന്തൊരാക്കണമെന്ന് പരിപാടി അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ചിട്ട് ചൊല്ലു അതെല്ലാം നിങ്ങൾ കേസാക്കുക പോകണ്ട എന്തുകൊണ്ടും ചെന്നെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഹെൽപ്പ് ആക്കുന്ന ആൾമാരാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി രണ്ട് ആൾമാരാണ് ഞങ്ങളെ വസ്ത്രങ്ങൾ കൽകിത്തണ്ടാറാണ് എന്തെല്ലാം ഹിദ്മത്ത് ഞങ്ങൾക്ക് ആക്കിടാറ് ആ സമയത്ത് അങ്ങനെ ചെറിയ സ്വഭാവ ദൂഷ്യം വന്നെങ്കിൽ എന്തേ ഞങ്ങൾക്ക് സഹിക്കുകയില്ലായിട്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാനായ സയ്യിദുനാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിപാടിക്ക് ഉമർ റളിയല്ലാഹു അൻഹു നിയമിച്ചെങ്കിൽ ഗവർണർ ഔത്തുകൊണ്ട് എങ്ങനെയാണ് കേൾക്കുന്നത് നിങ്ങൾ ഔത്തു പോയെങ്കിൽ എങ്ങനെ അവർ നല്ല ഔത്തു പോയെങ്കിൽ അല്ല ഇങ്ങനെ പേടിച്ച് വിറക്കിടാറ് പെണ്ണുങ്ങൾ മുട്ട് വിറക്കിടുന്ന് ചൊന്നയാൾ അപ്പൊ അതായത് അയാൾ വിചാരിച്ചിരിക്കും ചിലപ്പോ എനിക്ക് ഇങ്ങനെ ചെന്നെങ്കിൽ പോസ്റ്റ് പെയിൻ പെണ്ണ് ചെന്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ ആള് ഉമർ റളിയല്ലാഹു അൻഹു ചെന്നു സ്വന്തം ഔത്തിൽ പോയെങ്കിൽ വെടിപാട്ടിനെങ്കിൽ ആള് നിങ്ങൾ റായത്ത് അധികാരാക്കുക നിങ്ങൾക്ക് അധികാരമേ ആവില്ല എന്ന് ചെന്നു കാരണം നിങ്ങളെ ഔത്ത് പോയെങ്കിൽ മക്കളിൽ പേടിക്കാറുള്ള പെണ്ണായെല്ലാം പേടിച്ചിട്ട് ഉള്ളിൽ വളരെ എതിർ കണ്ടില്ലേ അതബെന്തല്ല നല്ല അതബെന്തല്ല പേടി വിചിന്ത്രമോ ആക്കടും ചെന്ന് ബായിരെ ബണ്ടമേ എന്ത് എത്ര ആൾ അനുഭവങ്ങൾ പറഞ്ഞ് ചെല്ലാറ് കൊണ്ടുണ്ട കുറെ ആൾമാർ ചെല്ലാറ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പെണ്ണ് സമയമില്ല ആണ് സമയമില്ല കുലുക്കും ചെല്ലത് ഇല്ലേ ഇല്ല സ്വഭാവമാണ് ചെല്ലത് സമമേ ഇല്ല ഇതെന്തൊരു മുസീബത്താണ് ഏറ്റവും നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാതിരി ഞങ്ങൾ ചൊല്ലുക കാരണം എന്താണ് ലോകത്തെ ഏത് മൂലയിൽ നിങ്ങൾ പോയെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടുണ്ട് ഇസ്ലാമിലൊക്കെ നിன்றார் ആ നേതാവ് ചൊല്ലും അമുസ്ലിമീങ്ങ ചൊല്ല ആ നേതാവുടെ ಬಗ್ಗೆ ഞങ്ങൾ പിന്നെയും പഠിച്ചവരുള്ള എന്ത് അത് ബി അഖ്ലാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വഇന്നക ലഅലാ ഖുലുഖിൻ അളീം ഖുർആൻ ഭയങ്കരമായ ഒരു പ്രയോഗമാണ് നിങ്ങൾ അത്യുന്നതമായ സ്വഭാവത്തിലുള്ള നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് സഹിക്കിടയ്ക്കെത്ത പൊറുക്കിടയ്ക്കെത്ത ഗുണങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞങ്ങളെ ഈ ക്ലാസ്സിലെ ഏറ്റവും വലിയ പാഠം അത് നമുക്ക് പഠിപ്പാക്കിയത് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ അതുകൊണ്ട് പെണ്ണിങ്ങത് നീങ്ങ അങ്ങനെ ഹെൽപ്പ് ആക്കൂ അങ്ങനെ സ്വഭാവങ്ങൾ ദുസ്വഭാവങ്ങളെ കൊടുക്കുകൊണ്ട് പരിപാടിക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ അങ്ങനെ മനസ്സിനും ഒരു സമാധാനമായി ഞാൻ തോന്നില്ലേ ഒരു മുസ്ലിമായ ആളെ ഒരു മനുഷ്യരുടെ മനസ്സിന് സമാധാനം എന്നൊക്കെ കടത്തുക അവിടെ അത് ലോകത്ത് വലിയ സദക്കാണ്ടല്ല പരിപാടിയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഇത് എത്ര വലിയ വിജയമാണ് സന്തോഷമാണ് ഒരാൾ അന്യ പോയോണ്ടുണ്ട് ഉദാഹരണത്തിന് അയാൾക്ക് തെറുതപ്പിലുണ്ടായെങ്കിൽ അയാൾക്ക് അങ്ങ് തെറുന്നാണ് കാട്ടിക്കൊടുക്കാണ്ടായെങ്കിൽ അയാളെ മനസ്സുകൊണ്ട് സന്തോഷിക്കുക ഞാൻ നേരത്തെ ചെന്ന പോലെ ലെക്ചർ 30 രൂപ ചെന്ന നാനൊരു 40 രൂപ കൊടുത്തിട്ടാകുമ്പോ അവന്റെ മനസ്സ് വലിയ സന്തോഷിക്കുന്നത് അക്കത് മെയ്യാവില്ല ഞക്കിന് 30,000 കിട്ടുക നമുക്ക് ഫ്രീ ആയിട്ട് എന്തേ ഒരു മനുഷ്യർ ഒരു പാവപ്പെട്ട ആളെ മനസ്സിൽ ഞാൻ സമാധാനം കൊടുത്തേ ചർച്ചാക്കൂതിര ഞാൻ അവിടെ ചെന്നേ ഏതുവരെ ബസ്സും കൊടുത്തിട്ട് കണ്ടക്ടറൊട്ടിക്ക് ചർച്ചാക്കളെ ഞാൻ നോക്കില്ലേ ബസ് കൊടുത്തിട്ട് കണ്ടക്ടറൊട്ടിക്ക് ചർച്ചാക്കളെ എത്ര ടിക്കറ്റ് 25 രൂപ അവിടെ ചർച്ചാക്കൂണ്ട് 25 ഫിക്സ് അല്ലേ 25 ഫിക്സ് തമിഴ്നാട് പോകാൻ ഏത് ബസ് കൊടുത്തിട്ട് തമിഴ്നാട് പോകാൻ ഭയങ്കര പണിയാണ് അപ്പൊ അതെന്ത് സ്വഭാവമാണ് അങ്ങനല്ല അവിടെ നക്കതല്ലേ യാറെ കൊടുക്കുക അവിടെ കൊടുക്കാം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ പിന്നൊരാളെ മനസ്സിന് സന്തോഷം കൊടുക്കുകയുള്ളത് ലോകത്തെ ഏറ്റവും വലിയ സ്വതക്കാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വെഞ്ഞായിമാരെ ശ്രദ്ധിക്കൊണ്ടുവരും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇന്നലെ മുന്നാണ്ടെല്ലാം ഞാൻ വിശദീകരിക്കണേ ലോകത്ത് അതുപോലെ നിധി ഇല്ലത് സ്വർഗമാണ് അപ്പ ഉമ്മ അല്ലാത്തൊരു സ്വർഗം ഞങ്ങൾക്ക് ഭൂമിയിൽ ഇല്ലേ ഇല്ലേ നിങ്ങളെ തങ്ങളെ കണ്ടില്ലേ ഉമ്മയുടെ ಬಗ್ಗೆ ചെല്ലുമ്പോ കണ്ണു ഭയങ്കര സ്നേഹിക്കണമെങ്കിൽ എത്താൾമാരാണ് എന്നെ നോക്കി ഉമ്മക്ക് ദ്വാരം നോക്കിക്കുവാർ ഉമ്മയുടെ ಬಗ್ಗೆ ചൊന്നോട്ടിക്കുവാർ എത്ര വലിയ സൗഭാഗ്യമാണ് അപ്പൊ ഞാൻ ചൊന്നത് അങ്ങനെ ഏറ്റവും വലിയ ഏത് വലിയ ഉയർച്ചകൾ ആറ് എത്രാണ് അതിലെ ബാക്കിലുള്ളത് പ്രിയപ്പെട്ട ഉമ്മയാണ് പ്രിയപ്പെട്ട വാപ്പ അങ്ങനെ പൊരുത്തക്കേടാക്കിയിട്ട് ഒരാളും പോകും സാധ്യതയില്ല ഞാൻ ഇന്നലെ ചൊന്നത് ഞാൻ ചൊന്നതല്ല എല്ലാ പാലക്കാർക്കും വേണ്ടി കേൾപ്പാട്ടോ എല്ലാവർക്കും കേൾപ്പാട്ടോ എന്തുകൊണ്ടുണ്ടെങ്കിൽ കുറെ ആൾമാരല്ലോ വിചാരിച്ചിരുന്ന എന്തോ ആക്കി സ്വർഗം കിട്ടും എന്തോ ആക്കി സ്വർഗം കിട്ടില്ല ആക്കണേതാക്കണോ അല്ലേ ഒരാൾ ദുബായി പോകണോ വിചാരിക്കാം ദുബായി പോകണോ വർത്തായില്ല അവനോ പോയിട്ട് അവിടെ എതിരിലെ ചക്കാക്കിടാറ് ഉടനെ പാസ്പോർട്ട് എന്തുമില്ല ഓൻ ചൊല്ലെ നന്റെ ആധാർ കാർഡ് ഉണ്ടല്ലേ പെണ്ണ് ചൊല്ലെ നന്റെ ആധാർ കാർഡ് ഉണ്ട് ഞാൻ ബസ്സിൽ പോയിട്ടാണ് എന്റെ ആധാർ കാർഡ് കാട്ടിയപ്പ
അവിടെ എയർപോർട്ട് പോലീസ് പോയിട്ട് ആധാർ കാർഡ് കാട്ടി എവിടെ പോകണ്ടേ ദുബായ് ഡൽഹിക്കല്ല ഞാൻ ഒത്തിരി പോകും ദുബായ് പോകാൻ കാരണം ഇത് ഡോക്യുമെന്റ് അല്ലേ അവിടെ ചർച്ചയ്ക്ക് നിൽക്കുന്നത് ഇത് ഡോക്യുമെന്റ് അല്ലേ എൻ്റെ ആധാർ കാർഡും ഉള്ളൂ ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളൂ പിന്നെ എന്തിനോട് സുമാറുണ്ടല്ലോ അതെല്ലാം ഉണ്ട് എൻ്റെ ഒട്ടി എനിക്കൊന്ന് കാട്ടിയ എന്താ ഡോക്യുമെന്റ് എല്ലാം ഓക്കെ അതല്ല ഡോക്യുമെന്റ് പക്ഷേ ഊടകവേനായ ഡോക്യുമെന്റ് നീ എടുത്താൽ വന്നിട്ടില്ലേ ഒരു പാസ്പോർട്ട് കൊണ്ടുവരണോ വിസ കൊണ്ടുവരണോ എങ്കിൽ മാത്രമേ നിന്റെ ഉള്ളിൽ വിടരേ അപ്പൊ എൻ്റെ ഒട്ടി ഡോക്യുമെന്റ്സ് ഉണ്ടല്ലേ ഞാൻ എത്ര നിസ്കരിച്ചോ റമദാനിൽ എത്ര തറാവി നിസ്കരിച്ച് എത്ര വന്ന് എത്ര ആൾ ഹെൽപ്പാക്കി എത്ര ആൾമാർക്ക് ഞാൻ പിന്നെ റിലീഫ് ആക്കി എന്തെല്ലാം ഞാൻ ആക്കിയ ഉണ്ട് കറക്റ്റ് അവൻ ആക്കിയതല്ല കറക്റ്റ് പക്ഷെ കൂടെ ചെന്ന പോലെ അത് ആധാർ കാർഡ് കൊമ്പോയിട്ട് അത് DL കൊമ്പോയ പോലെ പാസ്പോർട്ട് കൊമ്പോയില്ല അതുകൊണ്ട് നിന്റെ അന്യത്തിനെ ഒഴിവാക്കണം ഇമിഗ്രേഷൻ കൗണ്ടർ നോക്കാവില്ല ഒഴിവാക്കണേ അതായത് ബേനായ ഡോക്യുമെന്റ് ആണ് എടുത്ത പോണേ അത് ഇന്നത്തെ ലോകത്ത് പലപ്പോഴും വെറുതില്ല അങ്ങ് മറന്നുപോയാറ് അങ്ങെല്ലാം വേർത്തി ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങ ഒരു നിസ്കാരം നിസ്കരിച്ച പാടെ ഞങ്ങ നോമ്പെടുത്ത പാടെ ഞങ്ങ ബാക്കി കാര്യങ്ങളാക്കിയ പാടെ പോണ്ടമേ സ്വർഗത്തിൽ ഒന്നുണ്ടാവാം ഡോക്യുമെന്റ് കറക്റ്റ് ആവാത്ത കാലത്തോളം അതായത് എന്താണോ ഡോക്യുമെന്റ് അവിടെ വീണായി അതേ ഞാൻ സമർപ്പണാക്കണോ അല്ലാത്ത കാലത്തോളം അപ്പുറ ചെക്ക് പോസ്റ്റുകൾ പാസ്സായി അപ്പുറ പോകും സത്യമേ അല്ല ഇതാണ് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് വഴിപാടി തന്നുകൊണ്ടുള്ളത് അപ്പൊ ഞാൻ ചൊന്നത് അർഹരായ ആൾമാർക്ക് കൊടുക്കണായ ഹക്കുകളെല്ലാം കൊടുത്തേ തീരൂ അപ്പൊ നമ്മൾ ആദരിക്കണതിനെ ಬಗ್ಗೆ ചൊല്ലുള്ളൂ ഹജ്ജിൽ ഒരാൾ ചെന്ന് മിനത്തിൽ മുസ്ദലിഫ കഞ്ഞിട്ട് മിനത്തിന് വേണ്ടി ഞങ്ങളെല്ലാം വേഗം പോയിട്ട് എത്തില്ല ഉമ്മ ഉണ്ട് വയസ്സായ ഉമ്മ അയാള് ഈ ഉമ്മയുടെ കൂടെ വന്ന് തിരുത്തപ്പിട്ട് എന്തെല്ലായിട്ട് റൂമിൽ എത്തുമ്പോൾ 2-3 ഗಂಟೆ അവയെ നണ്ടിട്ട് വന്ന് ബുൾപൊട്ടു അത്ര വെയിൽ സഹിച്ചിട്ട് സഹിക്കില്ല എന്തിനാക്കടെ അയാൾ ചൊന്തു ഉമ്മടെ ഞാൻ വിളിച്ചവന്നെ വന്നിട്ട് കുടിക്കൂ തണ്ണി ജ്യൂസാത് എവിടും ആ തണ്ണി കണ്ടില്ല അതായത് ടെൻറ്റിൽ പോയാ അവിടെ പോയാ ഉമ്മടെ ക്ലീൻ ആക്കുവാട്ടോ ലാസ്റ്റ് ഉമ്മ മോശം പോയിട്ട് വരുമ്പമേ ഉമ്മടെ മോശം പോയിട്ട് എന്നിട്ട് ഞാൻ ഒരു ടെൻറ്റിക്ക് പോയ ഒരു പോലീസിനോട് തെല്ല് ഞാൻ ക്ലീൻ ആക്കോട്ടെന്ന് കേട്ടപ്പോൾ ദുഡില്ല ഞാൻ അവിടെ കാൽക്ക് പോകുന്നത് എനിക്കെന്തേ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുത്തർ കാൽക്ക് പോകുന്നത് ഫസ്റ്റ് പിന്നെ അങ്ങനെയല്ല ചെന്ന് ബേജാറാക്കി ഞാൻ ചൊന്നേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നത് ഈ ഹജ്ജിലായിട്ട് ഇക്കാലം നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നത് എന്തുകൊണ്ട് കൊണ്ടുണ്ടാ ആ ഉമ്മടെ മോശം പോയപ്പോ സഹിച്ചിട്ട് ഒക്കുണ്ടേ നിങ്ങൾ സഹിച്ചിട്ട് ആ ഉമ്മടെ നിങ്ങൾ കൽകിയാറ് എങ്കിൽ സ്വർഗം കിട്ടുക ഇതുകൊണ്ട് മാത്രമാണ് ഹജ്ജ് കൊണ്ടല്ല അയാളൊട്ടിಗೆ ನಾನು ಅವರ മിനത്തിൽ നിന്നിട്ട് ചൊന്നേ അയാൾ വലിയ സന്തോഷിച്ചല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ അല്ലാണ്ട് ഈ ഉമ്മക്ക് മോശം പോയിട്ടുണ്ട് അതിനോട് സാപ വെച്ചിട്ട് ഞാൻ 100 ഹജ്ജാക്കിൽ എന്ത് കാര്യമാണുള്ളത് കാര്യമേ ഇല്ല അതാ ഞാൻ ചൊല്ല ഇവിടെ ഞാൻ ഇത്ര വർഷത്തിൽ ചൊന്നതെല്ലാം പ്രിയപ്പെട്ട സഹോദരന്മാരെ ആധുനിക ലോകത്ത് ഉൾട്ടാപൾട്ടിയായ എനിക്കത്തെ സന്ദേശങ്ങളാണ് ഞാൻ ചൊല്ലുന്നത് യഥാർത്ഥത്തിലുള്ള സന്ദേശം അതാണ് ഇസ്ലാം 100-110 ഇസ്ലാം ഏതിന് കേട്ട് ഈ ചൊന്നതാണ് ഇസ്ലാം അല്ലാണ്ട് ഞങ്ങ കാട്ടിക്കൂട്ടുന്നത് ഇസ്ലാം അല്ല അപ്പൊ ഉമ്മടെ നൊമ്പലാക്കിയിട്ട് ಅಂಕುಡ ಸಾಪ വെച്ചിട്ട് ഹജ്ജി കൊണ്ട് എപ്പോ നോക്കി ഹജ്ജി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് തൃപ്തിയാവും ഉള്ള മനുഷ്യന്മാരൊട്ടികൾ അരസാക്കിയിട്ട് എല്ലാവർക്കും കാണിക്കൊണ്ടേക്ക് എന്നെ നോക്കി കച്ചവടത്തിൽ താണ്ട്രെ പലക്കത്തിൽ താണ്ട്രെ ഒണ്ടൊട്ടി ಯಾರು ഇഷ്ടമില്ല എല്ലാവർക്കും കാണിക്കൊണ്ടേക്ക് അങ്ങനത്തെ മനുഷ്യൻ അവൻ ഭയങ്കര മദീനത്തിക്ക് കൊണ്ടുപോകാ റൗദ നോക്കിക്കൊണ്ടേക്കില്ല അവിടെ പോയിട്ട് എന്ത് കാര്യമാണ് റൗദത്തിൽ കിടക്കുന്ന നേതാവ് പടിപ്പാട്ടി ഇസ്ലാം കണ്ടിട്ടുണ്ടാ പിന്നെ ഞാൻ റൗദത്ത് പോയിട്ട് എന്ത് കാര്യം ನಮ್ಮ ಅಕ್ಕ ಹೋಗಿ ಕಾಯ್ಬ ತವಾಫ್ ಹಾಕ್ಯ പിന്നെ ಕಾಯ್ಬ ತವಾಫ್ ಎಣ್ಣೆ சொல்லுவோம் ಓಯ್ ನಾನು ಇತ್ತರ ಹಾಕ್ಯ ನಾನು ಇತ್ತರ ಉಮ್ರಾ ಹಾಕ್ಯ ನಾನು ಹರಮಡವಲ್ಲಿ ಇತ್ತರ ನಿಸ್ಕರಿಚಂದು ಕಣಕಾಕಲ್ಲ ಉಂಟು ಒಂದು ನಿಸ್ಕಾರಕ್ಕೆ 1 ലാഖല്ലേ അപ്പോൾ 10 നിസ്കാരಕ್ಕೆ എത്ര ലാഖ് ഇട്ടിട്ട് അത് നിന്റെ ഗണിത കണക്കിൽ മാത്രം ഒടിക്കാലവ എന്തുകൊണ്ട് ചെന്നെങ്കിൽ ഞാൻ ആക്കണായ സ്വറാക്കില്ല ഞാനപ്പ അയാളൊട്ടി ചെന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളെ ഉമ്മടെ മോശം പോയപ്പോ നിങ്ങൾ അത് കൽകിയാറ് ക്ലീൻ ആക്കിയാറ് അത് ആത്മാർത്ഥമായി നിന്റെ ഉമ്മല്ലേ ചൊല്ല് നീയത്തിൽ നിങ്ങൾ ആക്കിടാറാ എങ്കിൽ ഹജ്ജ് കൊണ്ടല്ല നിങ്ങൾ സ്വർഗം കിട്ടേ അത് സ്വീകരിച്ചതല്ലേ പഠിച്ചു നോക്കൂ നിങ്ങൾക്ക് സ്വർഗം കിട്ടേ ഈ ഉമ്മയുടെ ഹിദ്മത്ത് കൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ ഒരു വെറുപ്പും വരാണ്ട് ബാപ്പ ഉമ്മയുടെ ഹിദ്മത്താക്കൂ അള്ളാഹു മരണം വരെ നിങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അത് വലിയ ബർക്കത്താണ് ഒരാൾ മനസ്സുകൊണ്ട് ആക്കിടാണ്ടായി അവർക്ക് ഒരു നാശമാവില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ ನನ್ನ ಅನುಭವ ಚೆಲ್ಲಟ್ಟ ಬಾಪಗೆ ಫೋನ್ ದಿವಸ ഹിദ്മത്ത് ആക്കിയതിന്റെ ಬಗ್ಗೆ ಎಲ್ಲ ചൊല്ലി ഞങ്ങൾക്ക് കാശില്ല പൈസ ഇല്ല എവിടെ ആക്കും ലക്ഷക്കണക്കിൽ പൈസ ഹോസ്പിറ്റലിൽ ഞാൻ ചെലവാക്കിയത് 2000 ശമ്പളമാണ് വസ്തു നോക്കിയത് 2000 ശമ്പളത്തിൽ വാരം 10,000 15,000 ഹോസ്പിറ്റലിൽ ഇടണു ചിലപ്പോൾ 50,000 ലക്ഷക്കണക്കിൽ പൈസ ചെലവാക്കിയത് എവിടെ നിങ്ങളൊട്ടിಗೆ പൈസ കേൾക്കുക പഠിച്ചൊന്നും നണ്ടൊട്ടിಗೆ പൈസ ഇല്ലേ ഇല്ല പക്ഷേ സമയ സന്ദർഭം വരുമ്പോൾ അത് റെഡിയായിട്ട് മരിക്കലുണ്ട് ഇത് മരിക്കട രോഗം കൺഫേം ആയി അത്രത്തോളം വിളിച്ച പോയില്ല വലിയ ആസറുണ്ട് അണ്ട് ബാപ്പ നല്ലൊട്ടി ഉച്ചൽ പിന്നെ ജുമാ കഴിഞ്ഞ് പാടിച്ചു ഹോസ്പിറ്റലിൽ പോയി അണ്ടും വിളിച്ചൽ പോയില്ലേ ഇന്ന് മരിക്കലും കൺഫേം ആണ് ബാപ്പൻ്റെ ഒരു കൊണ്ടേ മരിച്ചിട്ട് മരിച്ചൽ പിന്നെ ഞാൻ ഇപ്പം നെനപ്പാക്കണേ എൻ്റെ ഒരു ചങ്ങായി ഫോണാക്കിയപ്പോൾ ഞാൻ ചെന്നേ
ബാപ്പയുടെ ഹയാത്തിക്കുമ്പോൾ എൻ്റെ കയ്യിൽ വലിയ സമൃദ്ധിയാണ്, ലക്ഷക്കണക്കിൽ പൈസ എന്നൊക്കെ ചിലവായിട്ട് ഹോസ്പിറ്റലുകൾക്ക് അവിടെ ഓടുകയില്ല. പക്ഷെ ഇന്ന് എൻ്റെ കൈ ബരിതായ പോലെയാണ്, എൻ്റെ കൈ പൈസകളിൽ എന്തും ഇല്ല. ഹക്കന്ന ഉൾപ്പെട്ടു ചെന്നിട്ട് ബാപ്പയിനെ എനിക്ക് ചെലവല്ല, ബാബാ ചെലവല്ല, ബാപ്പാൻ തൊള്ളത് നിയമത്താണ്. ആരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാണ്. അതാണ് തോന്നുന്നത്. ഞങ്ങ വാസ്തവികത്തെ മനസ്സിലാക്കാത്ത കാലത്തോളം നമുക്ക് എപ്പോഴും സോളാണ്. നമ്മൾ സോർത്തു കൊണ്ടെല്ലാം ജയിക്കില്ല, ഒരിക്കലും ജയിക്കില്ല. അപ്പവും നമ്മുടെ മനസ്സ് നോമ്പലാക്കി ഏതൊരുത്തക്കും സ്വർഗം കിട്ടില്ലാണ്ട് ഇനി അതിനായിട്ട് വലിയ സ്റ്റേറ്റ്മെന്റ് അകത്തിയില്ലല്ലോ. കാരണം ഞങ്ങൾക്ക് സ്വർഗം എടുത്ത് തരണം വന്ന ആളാണ് ഞങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുടെ പൊരുത്തം കിട്ടണോണ്ടായെങ്കിൽ അപ്പവും നമ്മുടെ പൊരുത്തം കിട്ടണോ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിക്ക് അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും വിജയിപ്പിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ഞങ്ങളുടെ ബാപ്പവും മകൾ ഹയാത്തുള്ള ആൾമാർ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും സന്തോഷവും ഐസത്തും റാഹത്തും മനസ്സമാധാനവും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. മരിച്ചുപോയെങ്കിൽ ആൾമാർ ഖബർ അള്ളാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാവട്ടെ. ഈ സദസ്തര പ്രതിഫലം ഈ നിമിഷം ഞങ്ങളുടെ ഖബർ അള്ളാഹു എത്തുവാക്കി കൊടുക്കുമാറാവട്ടെ. ഞങ്ങളുടെ ഖബർ അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാൻ. ഈ സദസ്സിൽ വന്ന ഒരാളെയും നീ ഖൈബാക്കരുത് റഹ്മാൻ. നാളെ മീസാനിന്റെ തട്ടിൽ വലിയ ഭാരമുള്ള സൽക്കർമ്മമായി ഈ സദസ്സിനെ നീ ഖബൂലാക്കണം റഹ്മാൻ. آمين برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. آمين برحمتك يا أرحم الراحمين. وبفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم.